ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും വിശേഷത്തിലേക്ക് കടക്കാൻ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നത്തെയും നാളത്തെയും വിശേഷമല്ല, അത് നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇനിയിപ്പം ഞാൻ അവസാനം പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് പറഞ്ഞു, അതുകൊണ്ട് അവരുടെ സമയം വേസ്റ്റ് ആയി പോയിന്ന്. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ളവർ, നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന വിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം വന്ന് കേൾക്കുക കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ നയനയും കൂട്ടിക്കൊണ്ട് ദേവയാനി വന്നല്ലോ, വീട്ടിലേക്ക് വന്നു. അതിനിടയിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ആ നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വിശേഷങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ നയന ഓഫീസിലൊക്കെ പോവുകയാണ്. അപ്പൊ ഓഫീസിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ നയന കാരണം വലിയൊരു പ്രോജക്റ്റ് നമ്മുടെ കമ്പനിക്ക് കിട്ടിയിരിക്കുകയാണ്. അതായത് മൂർത്തീസ് ജ്വല്ലറിക്ക് വലിയൊരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുകയാണ്. കോടികളുടെ പ്രോജക്റ്റ് തന്നെയാണ് നമ്മുടെ നയനയുടെ ഡിസൈൻ കാരണം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ചെയ്യുന്നത്, ഒരു വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിലെ എല്ലാ സ്റ്റാഫുകളും അതുപോലെ അനന്തപുരി തറവാട്ടിലെ എല്ലാ അംഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അവിടത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നയനയെ അനുമോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ പാർട്ടി ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷെ അനാമികയ്ക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു താല്പര്യവും ഇല്ല. അനാമിക ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. കാരണം അനാമികയ്ക്ക് അത് കാണാനുള്ള ശേഷിയില്ല. കാരണം കുറച്ച് അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടല്ലോ, കുറച്ചല്ല വേണ്ടുവോളം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് താല്പര്യമില്ല. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിർബന്ധിച്ച് അനാമിക വന്നേ പറ്റൂ. ഇവിടെ നമ്മുടെ കുടുംബത്തില് ഒരാൾക്ക് വെച്ചിരിക്കുന്ന പാർട്ടിയാണ്. അവരുടെ ആ ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. നയനെ അനുമോദിക്കുന്ന ചടങ്ങാണ്, അതുകൊണ്ട് ഇതിലെല്ലാവരും തന്നെ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ജാനകിയും പറഞ്ഞു, മോൾ എന്തിനാ മാറി നിൽക്കുന്നത്, എനിക്കറിയാം മോൾക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല എന്ന്. ഒരു കാര്യം ചെയ്യും, മോള് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, മോള് അമ്മയുടെ കൂടെ വരണം. മോള് വരുന്നതിന് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്, അറിയാലോ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ സ്വഭാവം നിനക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അവര് പറയുന്നതനുസരിച്ച് വന്നവരാണ് എല്ലാവരും. അപ്പൊ നമ്മൾ അത് അനുസരിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളോട് എല്ലാവർക്കും ദേഷ്യം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവയാനിയും പറഞ്ഞു നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ അനാമികേനെയും കൂട്ടുന്നുണ്ട്. അതിൻ്റെയോടൊപ്പം തന്നെ രേവതിയെയും വേണുവിനെയും കനകയെയും ഗോവിന്ദനെയും നന്ദുവിനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ആ ഒരു പാർട്ടിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നയനയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ അവിടെ ഒരാള് ഇങ്ങനെ പറയാനായിട്ട്, അതായത് ഒരു ആങ്കർ ആയിട്ട് ഒരു പെൺകുട്ടി നിപ്പുണ്ട്. അപ്പൊ ആ പെൺകുട്ടി നയനയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി ഓരോ കാര്യങ്ങൾ പറയുകയും അങ്ങനെ നയനയോട് സ്റ്റേജിലേക്ക് കടന്നു വരാൻ പറയുകയാണ്. അപ്പൊ ഈ നയനയുടെ ഡ്രസ്സിങ്ങും ആ ഒരു ഡ്രസ്സും എല്ലാവരും നയനയാണല്ലോ ആ ഒരു സമയത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ ആർക്ക്, ജലജയ്ക്കും അഭിക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും ഒക്കെ ഒന്നും. അപ്പം അഭി പറഞ്ഞു, അഭി നവ്യോട് പറഞ്ഞു, എടി നീ കാണടി, അല്ല നീ നിന്റെ ചേച്ചിയല്ല കേട്ടോ, അനിയത്തിയുടെ വാലിൽ തൂങ്ങി നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നവ്യ നിനക്ക് ഇതിന് വല്ല ഉള്ള കഴിവുണ്ടോ? നിന്റെ അനിയത്തിയാന്ന് പറഞ്ഞിട്ട് നിനക്ക് അതിന്റെ ഒരു ശകലമെങ്കിലും കഴിവ് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടാണോ നീ വലിയ കാര്യമായിട്ട് നടക്കുന്നത്? എടി കണ്ടില്ലേടി, അവള് നിന്റെ കൂടെ നമ്പി നിൽക്കുന്നത് വേറെ ഒന്നിനും അല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അവക്ക് വലിയ ആളാകണം, അതിനുവേണ്ടി തന്നെയാ. അത് മനസ്സിലാകാത്ത വെറും കിഴങ്ങത്തിയായി പോലും, വെറും പൊട്ടിയായി പോയല്ലോടി നീ എന്ന് അഭി പറഞ്ഞു. അപ്പം ജലജയും പറഞ്ഞു, അല്ലെങ്കിലും നവ്യേ നിനക്ക് അവളുടെ അത്രയും കഴിവൊന്നുമില്ല, എങ്കിലും നിനക്ക് കുറച്ച് സാമർത്ഥ്യം ഉണ്ടെന്ന് എനിക്കറിയാം. ആ സാമർത്ഥ്യം പോലും നീ കാണിക്കുന്നില്ലല്ലോ. നിന്നെ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് നവ്യേനെ കുത്തിത്തിരിച്ച് നമ്മുടെ നയനയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കൂല്ലോ. അതായത് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് മോശമായിട്ട് പറഞ്ഞ് അങ്ങ് നമ്മുടെ നവ്യനെയും നയനെയും അങ്ങോട്ട് അടുപ്പിച്ച് പിരിയിപ്പിക്കാന്നൊക്കെ ഒരു വിചാരമുണ്ട്. പക്ഷേ നവ്യ പറയുകയാണ്, എന്റെ അനിയത്തി ആയതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അവൾ എന്റെ അനിയത്തിയല്ലേ, ഞാൻ അഭിമാനിക്കല്ലേ ചെയ്യേണ്ടത്. അതിന് എനിക്കിപ്പോ എന്താണ് പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. അതെ, അമ്മയും മോനും അങ്ങ് മാറി നിൽക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊന്നും നോക്കണ്ട. അതിന് ഉള്ള വെള്ളം അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളയ്ക്കാനൊന്നും പോകുന്നില്ല, അതെടുത്ത് അങ്ങ് മാറ്റിയിട്ട് മാറി നിന്നാ മതി. ഇത് എന്റെ അനിയത്തിയാണ്, അതുകൊണ്ട് തന്നെ അത് ഓർത്തിട്ട് എനിക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് മാറി നിൽക്കാൻ അങ്ങ് പറഞ്ഞു. ഏതായാലും ചമ്മി നാറിപ്പോയിട്ടോ രണ്ടുപേരും കൂടെ എങ്ങനെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന് ഓർത്ത് ചെന്നാണ്. അങ്ങനെ നമ്മുടെ നയനയെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും നയനയെ കുറിച്ച് ഓരോ നല്ല വാക്കുകൾ പറയണം. നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ നയനയോടുള്ള ആ ഒരു
സ്നേഹവും അതൊക്കെ പറയണം, നയനയെ അനുമോദിക്കണം. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കയറി വന്ന് നയനയെ കുറിച്ച് പറയണം. അതിൽ ആദ്യത്തെ ഊഴം നമ്മുടെ മുത്തശ്ശന് കൊടുക്കുകയാണ്. പിന്നെ മുത്തശ്ശിക്ക്, അങ്ങനെ മുതിർന്നവരിൽ നിന്നും താഴേക്ക് താഴേക്ക് വരികയാണ്. അങ്ങനെ മുത്തശ്ശൻ കയറി വരുന്നു. മുത്തശ്ശൻ കയറി വന്നതും എനിക്ക് നയനയെ കുറിച്ച് പറയാൻ വാക്കുകൾ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഞാൻ നയനയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലെ നിലവിളക്ക്, അണയാത്ത നിലവിളക്കെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു പ്രകാശമില്ലാതെ ഒരിക്കലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒന്നിനും സാധിക്കില്ല. ഈ പ്രകാശം എന്ന് പറയുന്നത്, അത് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രകാശം എന്ന് പറയുന്നത് നയനമോള് തന്നെയാണ്. അവള് വന്നതിൽ പിന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രകാശം ജ്വലിച്ചു തുടങ്ങിയത്. ഇവള് ഭാഗ്യമുള്ള കുട്ടിയാണ്. ഈ ഭാഗ്യമുള്ള കുട്ടിയെ കിട്ടിയ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യവാനും ഭാഗ്യവതിയുമായ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്നിങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാട്ടോ പറയുന്നത്. ഇങ്ങനെ നയനയെ കുറിച്ച് പറയുന്നു. അങ്ങനെ നയനയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. ഏതായാലും വന്നിട്ട് അവർ ഇറങ്ങി പോകുന്നു. എന്നിട്ട് അടുത്ത ആര് വേറെ ആരുമല്ല, ദേവയാനിയും ജയനുമാണ് കയറി വരുന്നത്. അപ്പം ദേവയാനി ഒന്നും പറയാൻ ഇച്ചിരി മസിലൊക്കെ പിടിച്ചാണ് നിൽക്കുന്നതൊന്നും പറയാനൊന്നും കൂട്ടാക്കുന്നില്ല. നമ്മുടെ ജയൻ കയറി വന്നിട്ട് പറയാണ്, എനിക്ക് ഒരു മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പെൺകുട്ടീനെ എനിക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് അതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഒരു പെൺകുട്ടി ഉണ്ടാകുക, ആ പെൺകുട്ടീനെ ഒരുക്കി നടത്തുക, അതുപോലെ ആ പെൺകുട്ടി എന്നെ അച്ഛാന്ന് വിളിക്കുക. അത് ഏതൊരു അച്ഛനും ഒരു പെൺകുട്ടിയോട് ഉണ്ടാകുന്ന സ്നേഹം ഉണ്ടല്ലോ, ആ ഒരു സ്നേഹത്തോടെയാണ് ഞാൻ ഇപ്പം എൻ്റെ മോളെ കാണുന്നത്. എൻ്റെ മരുമകളല്ല ഒരിക്കലും ഇവള് എനിക്ക് മകള് മാത്രമാണ്, എനിക്ക് ഇവള് മകളാണ്. ഇവള് കാരണം തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ കുടുംബത്തില് നല്ലത് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് നന്നായിട്ട് പുകഴ്ത്തി സംസാരിക്കുകയാണ്. നന്നായിട്ട് നമ്മുടെ ജയന് നയനയെ കുറിച്ച് സംസാരിച്ചു. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഊഴെന്ന് പറയുന്നത് ജാനകിക്കും അജയനുമാണ്. അങ്ങനെ അജയൻ നമ്മുടെ നയനയെ കുറിച്ച് പറയുന്നുണ്ട്. ജാനകി ഇങ്ങനെ തിരിഞ്ഞു മാറി നിൽക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും പറ്റത്തില്ല അവളെ കുറിച്ച് പറയാ പിന്നെ എന്നും പറഞ്ഞ് മാറി നിൽക്കുകയാണ്. പിന്നെ അടുത്ത ഊഴെന്ന് പറയുന്നത് വേറെ ആരുടെയല്ല, നമ്മുടെ ആദർശിന്റെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആദർശ് വന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യനെ കുറിച്ച് എന്തു പറയാനാണ്, എനിക്ക് സത്യം പറഞ്ഞാല് എൻ്റെ ഭാര്യനെ കുറിച്ച് പുകഴ്ത്താനോ അങ്ങനെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് എൻ്റെ ഭാര്യയെ വെറുത്തൊരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ആ സമയമാണ് ഓർമ്മ വരുന്നത്. ഞാൻ അങ്ങനെ അവളെ ഒരുപാട് വെറുത്തിരുന്നു. പക്ഷെ ആ വെറുപ്പിൽ നിന്നൊക്കെ എന്നെ മാറ്റിക്കൊണ്ട് വന്നത് അത് അവളുടെ ആ ഒരു രീതിയും സ്വഭാവവും ഒക്കെ തന്നെയാണ്. അവൾ ഒരു ഡിസൈനർ എന്ന നിലയിലല്ല, അവൾ എൻ്റെ ഭാര്യ എന്ന നിലയിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. ഒരു ഡിസൈനർ അത് ഞാൻ രണ്ടാമതാണ് പരിഗണിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവളെൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഇനി ഈ ജന്മത്തിലല്ല, ഇനി എനിക്ക് എത്ര ജന്മമുണ്ടോ ആ ജന്മം മുഴുവനും എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ നീ വേണം നയന എന്നും പറഞ്ഞ് നയനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ അനാമികയ്ക്ക് കാലിന്റെ പെരുവിരലിൽ നിന്ന് തരിച്ചു കയറാണ്. പക്ഷെ കനകദുർഗയ്ക്കും ഗോവിന്ദനും ഒക്കെ കണ്ണീന്ന് വെള്ളം വരികയാണ്. അങ്ങനെ കനകദുർഗ പറയും, എനിക്കിതൊക്കെ കണ്ടിട്ട് എനിക്കറിയില്ല ഗോവിന്ദേട്ടാ, എനിക്കറിയില്ല സത്യം പറഞ്ഞ ഇനിയിപ്പോ എനിക്ക് ജീവിച്ചിരിക്കണം എന്നൊന്നും എനിക്കില്ല. കാരണം എൻ്റെ മകൾക്ക് ഇത്രയും വലിയ സന്തോഷം നിമിഷങ്ങള് എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പം ഗോവിന്ദ പറയാം, നീ കരയരുത്, ഇതല്ല ഇതിലും ഉയർച്ച നമ്മുടെ മോൾക്ക് വരാനുണ്ട്. അതൊക്കെ നമുക്ക് കാണണ്ടേ, ഒരു അച്ഛൻ അമ്മ എന്ന നിലയിൽ അതൊക്കെ നമുക്ക് കാണണ്ടേ. ചെറുപ്പകാലം മുതലേ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവള്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അവൾ ഒരുപാട് സാധാരണ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമോ സൗഭാഗ്യങ്ങളോ ഒരു പുതിയ ഡ്രസ്സോ ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. അവളെല്ലാം അനീതിമാർക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാറ്റിവെച്ച് ജീവിച്ചവളാണ്. അപ്പൊ അവക്കിത് കിട്ടുക എന്ന് പറയുന്നത് നമ്മളത് കാണുകയാണ് ചെയ്യേണ്ടത്, നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടി തന്നെയാ. അങ്ങനെ ഒരു കുട്ടി വന്ന് നമുക്കുണ്ടായതിൽ നമ്മളല്ല അഭിമാനിക്കേണ്ടത്. അപ്പം നീ ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയരുതേ എന്ന് പറയാ. കാരണം നമ്മുടെ കനകദുർഗ പറയുന്നത് ഇനിയിപ്പോ ചത്താലും കുഴപ്പമില്ല, തന്റെ മക്കള് സേഫ് ആയല്ലോ എന്നോർത്ത് ഒരു സമാധാനമാണ് കേട്ടോ ഉള്ളത്. ഏതായാലും അങ്ങനെയൊക്കെ പറയുന്നു. നമ്മുടെ നയനയുടെയും ആദർശിന്റെയും സ്നേഹമൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ അഭിക്കും നവ്യക്കും പറയാനുണ്ട്. അങ്ങനെ അഭിയും നവ്യൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാൻ എല്ലാ അഭിപ്രായങ്ങളും കൂട്ടി കുഴച്ച് പറയുന്നില്ല, കാരണം സമയം ഒത്തിരി ബോറായി പോവുമല്ലോ, സമയം കടന്നു പോകും, ബോറുമായി പോകും. അപ്പൊ അതുകൊണ്ട് അവർ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ അനിയുടെ ഊഴം വരുന്നത്. അപ്പൊ അനിയുടെ ഊഴം വരുമ്പോഴത്തേക്കും അനി എന്താണ് ചെയ്യുന്നത്, അനി നല്ലൊരു കവിത, നമ്മുടെ നയനയെ കുറിച്ച് നല്ലൊരു കവിത അങ്ങോട്ട് പാടുകയാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ കവിത കഴിഞ്ഞിട്ട് കൈകൊട്ടുകയും ലാസ്റ്റ് ഈ കവിതയുടെ അവസാനം
നമ്മുടെ അഭി അല്ലാട്ടോ, സോറി, അനി കരഞ്ഞു പോവുകയാണ്. അപ്പൊ കരഞ്ഞ് നമ്മുടെ നയനയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കൈ കൂപ്പി പിടിച്ച് നിൽക്കുന്നതാണ് ലാസ്റ്റ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ വേണുവിനും രേവതിക്കും അനാമികയ്ക്കും ദേഷ്യം വന്നിട്ട്, ഇവൻ എന്താ ഈ കാണിക്കുന്നത്, ഇവതന്നെ ദൈവമാണോ അവളുടെ മുമ്പിൽ ചെന്ന് കൈ കൂപ്പി നിൽക്കാനായിട്ട്, ഇവനെന്താ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛൻ അതൊന്നും കാര്യമാക്കണ്ട, തളയ്ക്ക് ഓളം പിടിച്ച സാധനമാ, ഏടത്തിന്ന് പറഞ്ഞ് ചത്തി 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 അങ്ങോട്ട് കിടക്കുമല്ലോ, അങ്ങോട്ട് പോയി എന്തേലും കാണിക്കട്ടെ, മനഃപൂർവ്വം ഞാൻ വേദിയിലേക്ക് കയറി വരാതിരുന്നപ്പം നമ്മുടെ അനാമിക വേദിയിലേക്ക് കയറി പോയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും ചെല്ലുന്നു, എല്ലാവരും ചെന്നിട്ട് അനിയോട് കരയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും അനി പറയണം, ഞാൻ ഒന്നുകൊണ്ടും അല്ല കരഞ്ഞത്, ഞാന് ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ലൊരു സ്ത്രീ ആയിട്ട് എനിക്ക് തോന്നിയത് എന്റെ നയനേടത്തിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ നയനേടത്തിയിലൂടെയാണ് എന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പം ഈ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ അനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ജാനകി സത്യം പറഞ്ഞിട്ടുണ്ടോ നല്ലൊരു വ്യക്തി ആയിരുന്നു, വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ അനിക്കത് പറ്റില്ല. കാരണം അതുപോലെയാണ് ജാനകി നയനയോട് പെരുമാറുന്നത്. പിന്നെ കാണുന്നത് ആരെയൊക്കെയാ? ഭാര്യ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പൊ സ്ത്രീ എന്ന ആ ഒരു പരിഗണന നമ്മള് അനി കൊടുക്കുന്നത് ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് നയനയെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയെ എല്ലാവരും ചേർന്ന് പുകഴ്ത്തുകയാണ്. ഇതിനിടയിൽ ദേഷ്യം വന്നിട്ട് അനാമിക വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. രേവതിയും അനാമികയും വേണുവും തിരിച്ചു പോകുന്നു. തലവേദനയാണെന്നും പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു അടിപൊളി ഫംഗ്ഷൻ തന്നെയാണ്, ഒരു പാർട്ടി തന്നെയാണ് അവര് എല്ലാവരും അറേഞ്ച് ചെയ്ത് വെച്ച് തന്നിട്ട് നമ്മുടെ നയനയ്ക്ക്, ഇനിയിപ്പോ നയനയ്ക്ക് കിട്ടാൻ ഇതിലും വലിയ സമ്മാനങ്ങളൊന്നുമില്ല എങ്കിലും എല്ലാവരും ഓരോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സമ്മാനമായിട്ട് എല്ലാവരും ഓരോ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ ഇത് വരാൻ പോകുന്ന വിശേഷങ്ങളാണ്. അതായത് നമ്മുടെ ദേവയാനി അവിടെ തിരിച്ചെത്തുകയും അത് കഴിഞ്ഞ് നമ്മുടെ നയനെ ഏകദേശം ദേവയാനി എല്ലാം അറിഞ്ഞൊക്കെ കഴിഞ്ഞുള്ള വിശേഷം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എടുത്തു പറഞ്ഞ വേറെ ഒന്നും കൊണ്ടും അല്ല, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വരരുത്. നമ്മൾ പറയുന്ന വിശേഷം നാളെ വരാൻ പോകുന്ന വിശേഷമല്ല. പിന്നെ ഇന്ന് വരാൻ പോകുന്ന വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നാളത്തെ വിശേഷം നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ജിൽ ജിൽ ചിന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിൽ ഒറിജിനൽ വിശേഷമാണ് ഇടുന്നത്. ജിൽ ജിൽ ചിന്നുവില് ഒറിജിനൽ ഫുൾ വിശേഷം ഡയലോഗ് സഹിതം നമ്മൾ ഇന്ന് രാവിലെ ഇടുന്നുണ്ട്. പിന്നെ വൈകിട്ട് പ്രമോ വിശേഷവും ഇടുന്നുണ്ട്. അത് ആ ചാനലിൽ എന്നും ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നമ്മളൊരു വർഷമായിട്ട് നമ്മൾ ആ ചാനലിൽ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഈ ചാനലിൽ അപ്കമിങ് വിശേഷങ്ങൾ, വരാനിരിക്കുന്ന വിശേഷങ്ങളും പിന്നെ നമ്മുടെ വേദയുടെയും വിഗ്രഹത്തിന്റെയും ഫുൾ വിശേഷവും രാവിലെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.